മാതക്ക, 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 മാതാക്, എവിടെ പോയി இந்த പിശാശ്? എരുമ മാതാക്ക. ആരാടാ ആരാടാ നീ എരുമെന്ന് വിളിച്ചത്? அண்ணாச்சங்க கோபத்துல வறுத்து நிக்க. பள்ளிக்கூடத்துல வளர்ப்பு உங்களுக்கு எருமையை கட்டால சாமா. நான் ஒரு 100 வாட்டி சொல்லியிருக்கேன் எருமையை கட்டக்கூடாது, எருமையை கட்டக்கூடாதுன்னு. உங்க எருமையை சாலம் ஊத்துற நாங்க வரணுமா? என்ன முறைக்கிற? உங்க எருமையில நான் வெட்டி போட்டுடுவேன். എന്റെ എരുമേനെ നിന്റെ തന്ത വെട്ടൂടാ. മാതാക്ക, ഒന്ന് പോടാ പഞ്ഞപ്പാണ്ടി. മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ഒരു ആമ്പിളെ. ആമ്പിളിയാ? ആമാ. എടാ നീ എന്നെ എരുമമാടെന്ന് വിളിച്ചത് ഞാൻ കേട്ടില്ലെന്നാ നിന്റെ വിചാരം? നിന്റെ ഈ പൊങ്ങി നിക്കണ കൊന്തമ്പലുണ്ടല്ലോ, ഒരു ഒറ്റടി അടിച്ച 37 താഴെ വീഴും. ആ എരുമകള് മേഞ്ഞ് തളരുമ്പളേ സ്കൂളല്ല കോടതി ആയാലും കേറി കിടന്നിരിക്കും. അതിന് ഇവിടെ കിടന്ന് ഒച്ച വെച്ചാലുണ്ടല്ലോ എല്ലാത്തിനും പിടിച്ചോണ്ട് കച്ചേരി കെട്ടും ഞാന്. എന്നാ നീ കൊണ്ടുപോയി കെട്ടണം, ഞാനൊന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല. ഞാനെന്ത് കാട്ടറേ? അവളോ തിരിക കൂടാതെ എന്റെ കയ്യിലെടുക്കരുത്. എടാ പാണ്ടി, നിന്നോടാ പറഞ്ഞത്. அண்ணாச்சி, அந்த தள்ள எங்கிட்ட போட்டிக்கு வரல அண்ணாச்சி. இந்த எல்லா எருமக்கும் விஷம் കൊടുത്ത് കൊല്ലണം. എഴുത്തച്ഛ, എന്റെ എരുമകളെ തൊട്ടു പോകരുത്. നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു സ്കൂളല്ലേ? സ്കൂളാ? എന്താ അവസാനമായിട്ട് ഞാൻ പറയാണ്, മേലാൽ എരുമകളെ ഇതിനകത്ത് കണ്ടുപോയാൽ എടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. മാറി ചേച്ചി, ഈ കൊല്ലത്തെ ഉത്സവം നമുക്ക് പോറ്റി പിടിക്കും. ഞാൻ രസീത് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭാവന എന്താണ് എഴുതേണ്ടത്? കൊണ്ടുപോണ തന്റെ ഒരു രസീത് ബുക്ക്. ദൈവത്തോട് കളിക്കല്ലേ? ദൈവത്തിന്റെ പേരും പറഞ്ഞ പറ്റിക്കാൻ നടക്കുന്നത് താരല്ലടോ. അമ്പലം വിഴുങ്ങി. അമ്പലം വിഴുങ്ങി നിന്റെ എന്തോ? ഓ ഒന്നും പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞതാണേ. പോവാം 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 മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. ഈ പോക്ക് എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? ഞങ്ങള് മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്നു, അല്ലാതെ 4 കാലിൽ വന്നാലുണ്ടല്ലോ. ഈ കൊച്ചെന്തൊക്കെ ഈ പറയുന്നേ? ഇല്ല, അണ്ണാച്ചി കുടിക്കാനാണോ? എല്ലാവരും കൂടി നിർത്തി. ഞങ്ങള് ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കാ കൊച്ചേ. 4 കാലുള്ള മൃഗത്തിനെയും കൊണ്ടേ ഞങ്ങൾ വരത്തുള്ളൂ. പോയിട്ട് വരാം മോളെ. കുടിക്ക. അതിർത്തിയിൽ യുദ്ധത്തിന് പോവാണ്. നിന്റെ മറ്റവന്റെ പിണ്ണാടിയന്ത്രത്തിന് പോവുക. വരുന്നോ? ും വണ്ടിക്കാരനും ഒക്കെ അല്ലേ ശകനം. അവൻ ചുമ്മാ വിവരമില്ലാത്തവരും പറഞ്ഞു നോക്കിട്ട് പോണോ പോണോ. പറഞ്ഞാൽ തോട്ടക്കണ്ടി മാധവനും പുളിങ്കുന്ന് അസനാരും നിരപരാധികളാണ്. എടാ പട്ടി എന്ന് വിളിച്ച് ബ്രിട്ടീഷ് ഇൻസ്പെക്ടറുടെ മേൽ ചാടി വീണതും വാരിക്കുന്ത കൊണ്ട് അവനെ കുത്തി മലത്തിയതും ഞാനാ. നിർത്തുന്നത് വെങ്കടേശ, ആ നെടുങ്ങാടി കൊണ്ടുവന്ന കോഴിക്കറി അടിയില എടുത്തോ. ആരെങ്കിലും അമ്പലത്തിന് അടക്കി വെച്ച കോഴിയാണോ നെടുങ്ങാടി? അതൊക്കെ മനസ്സിലിരിക്കട്ടെ. വീട്ടിൽ മുട്ടയിട്ടോണ്ടിരുന്ന കോഴിയാ, 1 തരം ചിക്കനാ. എവിടെ നടക്കി വെച്ചതാണോ ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും വെടിയിറച്ചി തിന്നാനുള്ള യോഗം നമുക്കില്ലാതെ പോയല്ലോ. അത് പറയരുത്. ഞാൻ കാട്ടിലോട്ടൊന്ന് കേറിക്കോട്ടെ. അയ്യോ വേണ്ട വേണ്ട, സാഹസമൊന്നും കാണിക്കണ്ട. പിന്നെയും കൂടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ കാട്ടി കയറി. ഇത് കേക്ക്. എനിക്കന്ന് വെറും 17 വയസ്സാ. എന്റെ ഒരു ധൈര്യം നോക്കണേ. ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേൽ സംഭവം പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി. സായിപ്പിന് കച്ച കെട്ടാ അറിയാം. ഇവിടാണ് വല്ലഭായ് പട്ടേലിനുള്ള സായിപ്പാണുള്ള. എഴുത്തച്ഛൻ ഇത് കേൾക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത എന്നെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന അന്ത്യശാസനം കൊടുത്തു. ഓഹോ, അങ്ങനെയാണോ? അതെ. അപ്പൊ എഴുത്തച്ഛ, ഇപ്പൊ നമ്പ്യാർക്ക് പ്രായപൂർത്തിയായല്ലോ. ഇയാളെ എത്രയും വേഗം തൂക്കിക്കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യും. അങ്ങനെയാ വേണം. സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ഇനി വിളമ്പിയാ ഞാൻ നിങ്ങളെ കൊല്ലും. നോക്കിക്കോ. താൻ പോണോ തല്ലുള്ളി വൈദ്യരെ.
ചൂടായി വരണു അല്ലാജി അതൊരു പഴവശത്തം കേൾക്കുന്നേ ഞാൻ പോയി നോക്കട്ടെ. എന്നാ ഞാനും കൂടെ വരാം. സാഹിബിരിക്കെ ആ പോയിട്ട് വരട്ടെ. ആനയോ മറ്റോ ആണോ? നെടുങ്ങാടിയെ എന്തോ? നമുക്ക് ഈ വെങ്കടേശനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? എന്തിനാ തമാശ അല്ലടോ. ഈ കള്ളകത്ത് ചെല്ലുമ്പോഴേ എനിക്ക് അവന്റെ കാര്യം ഓർമ്മ വരും. 25 കൊല്ലമായി അവൻ എന്റെ കൂടെ കൂടിയിട്ട്. ഒന്നും അവന് വേണ്ടി ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഈ റോഡിൽ പമ്പ് സെറ്റ് വാങ്ങിക്കാൻ പോയപ്പോ ഈ റോഡോ? അതേതോടാ? എടോ അത് സേലത്തിനടുത്തുള്ള സ്ഥലത്തിന്റെ പേര്. അതെ, എന്നിട്ട് ഈ റോഡിൽ പമ്പ് സെറ്റ് വാങ്ങിക്കാൻ പോയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാവത് വേല കിടക്കുവാ എന്ന് ചോദിച്ച് എന്റെ കൂടെ കൂടിയതാ. അന്ന് മുതൽ ഇന്ന് വരെ വേല എടുത്തെടുത്ത് അവന്റെ നാടു ഒടിഞ്ഞു. അതാ ഉണ്ടായത്. പരിപാവനമായ ഈ ക്ഷേത്രാങ്കണത്തിൽ എനിക്ക് ഒരു കഥാപ്രസംഗ പരിപാടിക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ക്ഷേത്ര ഭാരവാഹികളോട് അകൈതവമായ കൃതജ്ഞതയുണ്ട്. എന്റെ പഴയ കഥയായ ഉമ്മിണിത്തങ്ക ഇവിടെ അവതരിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെങ്കിലും ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ അമ്പലം വിഴുങ്ങിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എന്റെ പുതിയ കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതെ, എന്റെ പുതിയ കഥ വത്സല. പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചബാണന്റെ തൂവമ്പുകൾ, പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചബാണന്റെ തൂവമ്പുകൾ, പഞ്ചവടിയിലെ രാമോത്സവം, പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചബാണന്റെ തൂവമ്പുകൾ, പഞ്ചവത്സര പദ്ധതികൾ. സുഹൃത്തുക്കളെ, ഈ കഥ ആകാശത്ത് നിന്ന് പൊട്ടുവീണതല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല. പിന്നെയോ വേദനലിംഗം സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ. സുഹൃത്തുക്കളെ, രാവിലെ കഥാപ്രസംഗ പരിപാടിക്ക് വരാൻ വേണ്ടി ടാക്സിയിൽ കയറുമ്പോൾ അയൽപക്കത്തെ സുന്ദരിയായ കൊച്ചമ്പടി ചോദിച്ചു, ചേട്ടാ എവിടെ പോകുന്നു? ഒരു കഥാപ്രസംഗ പരിപാടിക്ക് പോകുന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ കഥയിരിക്കട്ടെ എന്നുകൊണ്ട് തന്നതല്ല. പിന്നെയോ വേദന തെങ്ങും സമൂഹത്തിൽ നിന്നു സുഹൃത്തുക്കളെ, അടുത്തതായി എന്റെ ഭാഗവതർ ശ്രീ ഉടംകൊല്ലു വൈദ്യർ ഒരു പാട്ട്